നമ്മള് ഒരു 1000-ന്റെ ഒരു പാക്കേജ് നമ്മൾ എടുക്കണമെങ്കിൽ നമുക്ക് ഒരു ബിസിനസ് സെന്റർ കിട്ടുന്നു, പിന്നെ 1000 പോയിന്റ് കിട്ടുന്നു, മനസ്സിലായി? പിന്നെ നമുക്ക് ഒരു സൈബർ ഓഫീസ് കിട്ടുന്നുണ്ട്. ഈ സൈബർ ഓഫീസിന് ID നമ്പർ ഉണ്ടാവും, പാസ്വേഡ് ഉണ്ടാവും. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു കമ്പനിയുടെ ഭാഗത്ത് കിട്ടുന്ന ഒരു റോയൽറ്റി എന്ന് പറയുന്ന ഒരു അനുഭൂതിയാണ്. റോയൽറ്റി, ഈ റോയൽറ്റി എന്ന് പറയുന്നത് നമ്മൾ മുതൽ മുടക്കിയ സംഖ്യ 1000 നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. അപ്പോൾ സാധാരണ നമ്മൾ ഏതെങ്കിലും കടയിൽ പോയിട്ട് ഈ 1000 ദിർഹംസിന് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബില്ല് തന്നു, സാധനം തന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഷോപ്പായിട്ട് നമ്മൾ എന്തില്ല അവർ വന്നു. പിന്നെ ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഈ കൊല്ലത്തിനുള്ളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്യാരണ്ടി പീരീഡ് മാത്രമേ ബന്ധപ്പെടേണ്ട ആവശ്യം വരുന്നുള്ളൂ. പക്ഷെ നമ്മുടെ നാനോ കമ്പനി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സാധനം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സാധനം കിട്ടുന്നു, ഒപ്പം തന്നെ നിങ്ങളുടെ പൈസ കേടുകൂടാതെ തന്നെ ഒരു 1.5 വർഷം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചു വരും. മനസ്സിലായി? അത് ഒറ്റയടിക്കല്ല, ഒരു ഘട്ടം ഘട്ടമായിട്ട്. മനസ്സിലായി? ഘട്ടം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 3 മാസമാകും, ചില 4 മാസം, ഡിഫറെന്റ് എന്തായാലും രീതിയിലാണ് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് വരിക. മനസ്സിലാവും? എന്തായാലും 1.5 കൊല്ലം കൊണ്ട് ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടും. അതിപ്പോ ഈ 1000-ന് പകരം ഇപ്പൊ ഏത് എമൗണ്ട് ആണെങ്കിലും അങ്ങനെ തിരികെ സംഭവിക്കുന്നത്. മനസ്സിലായി? പിന്നെ നമുക്ക് ഇതിൽ വരുന്ന റോയൽറ്റി ഉണ്ട്. ഇത് കമ്പനിയുടെ ടോട്ടൽ ബിസിനസിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അത് റോയൽറ്റി കിട്ടുന്നത്. അത് നമുക്ക് പീരീഡ് പറയാൻ പറ്റില്ല. മനസ്സിലായി? അത് കമ്പനിയുടെ പിന്നെ ടോട്ടൽ ബിസിനസ് അനുസരിച്ചിട്ടാണ്. കാരണം ഇപ്പൊ നമ്മളൊക്കെ ജോയിൻ ചെയ്തതിൽ ഒരു റോയൽറ്റി കിട്ടാൻ വേണ്ടി മാത്രമല്ല എല്ലാവരും വന്നിട്ടുള്ളത്. നമ്മളേതായ ഒരു പങ്ക് അല്ലെങ്കിൽ നമ്മളേതായ പിന്നെ ഒരു എഫോർട്ട് നമ്മൾക്ക് ഈ കമ്പനിക്ക് നമ്മളെ ഭാഗത്ത് ചെയ്ത് കൊടുക്കണം. നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ മിണ്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കമ്പനിയോട് എടുത്തിട്ട് നമുക്ക് ഈ റോയൽറ്റി അല്ലെങ്കിൽ മറ്റുള്ള കമ്മീഷനൊക്കെ തരും. ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മനസ്സിലായി? അപ്പൊ ഒരാള് വന്നു കഴിഞ്ഞാൽ കമ്പനിയുടെ ഭാഗത്ത് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഒരു 2 ആൾക്കാരെ 2 ആളുകളെ ഒന്ന് ജോയിൻ ചെയ്യിക്കാനേ മാത്രമേ കമ്പനികളോട് പറയുന്നുള്ളൂ. അതിലിത്ര വലിയ പണിയൊന്നുമില്ല. അപ്പൊ ഞാനിപ്പോ ചുരുങ്ങിയ ഒരു 1.5 വർഷത്തിന്റെ മീതെ ആയിരിക്കണം പേര് ജോയിൻ ചെയ്തത്. ഇതിന്റെ പേരിൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഒരുപാട് 100 ആൾക്കാരെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ചെയ്ത വ്യക്തികളുണ്ട്. പക്ഷെ ഈ ചെയ്ത എല്ലാ വ്യക്തികളും വർക്ക് ചെയ്യുന്നവരല്ല. പല ആൾക്കാരും റോയൽറ്റി വാങ്ങിച്ചിട്ട് ചേർന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇന്ന് വരെ എന്നെ പൈസ കിട്ടിയില്ല അല്ലെങ്കിൽ എന്റെ പൈസ നഷ്ടപ്പെട്ട് കയറി 1.5 കൊല്ലത്തിനുള്ളിൽ ഒരു മനുഷ്യനെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അത് എനിക്ക് 100% ഉറപ്പാണ്. ഒരാളും എന്നെ ബുദ്ധിമുട്ടിച്ചിട്ട് എന്റെ പൈസ കിട്ടിയില്ല ഓർമ്മിക്കുക, എന്ത് പണികൾ ചെയ്ത് എന്ത് കൊടുത്തില്ല ഈ 1.5 വർഷത്തിനുള്ളിൽ ആരും പറയാൻ പറ്റില്ല. മനസ്സിലായി? അപ്പൊ നമ്മളെ പൈസ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടുന്നില്ല. നമുക്ക് എന്തായാലും നമുക്ക് നല്ലൊരു റിട്ടേൺസ് ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ഈ റോയൽറ്റി എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് ഈ 1000 ദിർഹംസിന് ഇന്നത്തെ ചുറ്റുപാടനുസരിച്ച് ഒരു 5000 ദിർഹംസോളം നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നുണ്ട് ആ എമൗണ്ട്. മനസ്സിലായി? അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണ്ട, പ്രവർത്തിക്കൊന്നും വേണ്ട. അത് നമുക്കൊരു 5, 6, 7 വർഷത്തിനുള്ളിൽ നമുക്കത് കിട്ടിപ്പോകും. പക്ഷെ നമ്മൾ അതിലെല്ലാം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അവസരം നമ്മുടെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകൾക്ക് ഈ ഒരു അവസരം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ ചെയ്യുന്നത്. അതിന് ഓരോ വ്യക്തികളും അങ്ങനെ മനസ്സിൽ വിചാരിച്ചോടും ചെയ്തു നോക്കിയ ബിസിനസ് ഓരോ വ്യക്തിയും വളരെ സ്മൂത്ത് ആയിട്ട് വിജയിച്ചു പോകും. കാരണം ഈ ഗൾഫിൽ തന്നെ വിദേശ രാജ്യങ്ങളിൽ 50 ലക്ഷത്തിൽ പരം ആളുകളുണ്ടെന്നാണ് ഇന്നത്തെ സെൻസസ് ന്യൂസ്. നിസ്സാര സംഭവമല്ല, 50 ലക്ഷം ആൾക്കാരുണ്ട്. മനസ്സിലായി? ഇന്നിപ്പോ ഇലക്ഷന് നമ്മളെ പിന്നെ ലിസ്റ്റ് വരാൻ വേണ്ടി പോകണം. നമ്മളെ വിദേശികളെ വോട്ട് തന്നെ കഴിഞ്ഞാൽ ഭയങ്കര ഒരു നിർണായകമായിട്ടുള്ള ഒരു ഘടകമായിട്ട് വരാൻ വേണ്ടി പോകണം. നമ്മളെ വോട്ടിംഗ് രംഗത്ത് ഇലക്ഷൻ രംഗത്ത് ഭയങ്കര വിപ്ലവം സൃഷ്ടിക്കാൻ പോകും. കാരണം ഇന്നിപ്പോൾ അതിൻ്റെ ഫെസിലിറ്റി ഓൺലൈനിൽ കൂടെ നമുക്ക് നമ്മളെ പേരൊക്കെ രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അത് വെബ്സൈറ്റ് നിങ്ങൾ പിന്നെ ചോദിച്ചാലായിട്ട് എത്രയും പെട്ടെന്ന് പേരും എന്താക്കണം രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഈ ഭാവിയിൽ നമ്മൾ ഓൺലൈനിൽ കൂടെ തന്നെ നമുക്ക് പിന്നെ വോട്ട് പിന്നെ ഉണ്ടായിക്കൂടാന്നില്ല, പോസ്റ്റലോട്ട് വരാം. മനസ്സിലായി? അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രവാസികളായിട്ടുള്ള നമ്മളെ അവഗണിക്കുന്നതിന് നമ്മളെ ഗവൺമെന്റിന് ശരിക്കും നല്ലൊരു തിരിച്ചടി നമ്മൾ പറയുന്ന ആൾക്കാരോടെ ഭരിക്കാൻ പറ്റുള്ളൂ എന്ന് വരെ നമുക്ക്
പിന്നെ ശക്തമായിട്ട് പറയാൻ പറ്റുന്നതല്ല. മനസ്സിലായി? ഇതിലെ പല ആശയക്കാരും പല പിന്നെ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിന് മാത്രം നമുക്ക് ഇതാക്കി പറയാൻ പറ്റില്ല. മനസ്സിലായി? അപ്പോൾ ഏത് വ്യക്തി പിന്നെ വന്നു കഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ടത് ഒരു 2 വ്യക്തിനെ ഇതിൽക്കൊന്ന് പരിചയപ്പെടുത്താം. ഇത് 2 പുതിയ ആൾക്കാരാണ്. അപ്പോൾ ഇതാണ് ജോയിൻ ചെയ്തില്ല. ഒരു 18,000 ദിർഹംസിന്റെ ഒരു കേസ്, ഒരു ഷാജിയുടെ പുള്ളിയുടെ അനിയനാണ്. പുള്ളി അതിനേക്കാൾ ഒരു വലിയ രീതിയിലാണ് ഇതുകൊണ്ട് വന്നിട്ടുള്ള സംശയം എനിക്ക്. എന്നാലും കാത്തിരുന്ന് കാണാം. അപ്പോൾ നമ്മളെ ഈ ബിസിനസ്സിന്റെ നമ്മൾ ഒരിക്കലും പൈസ നഷ്ടപ്പെടില്ല. നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 2 വ്യക്തികളെ നമ്മളിലേക്ക് ഒന്ന് റെക്കമെൻഡ് ചെയ്യാം. അതാണ് നമ്മളോട് പിന്നെ ആവശ്യപ്പെടുന്നത്. വേറെ ഒന്നും നമ്മൾ ആവശ്യപ്പെട്ടില്ല. പിന്നെ മറ്റ് പല ഇതേപോലത്തെ കമ്പനികളുണ്ട്. ആ കമ്പനികളൊക്കെ ചെയ്യാത്ത അല്ലെങ്കിൽ തരാത്ത ഒരു വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു കണ്ടീഷനും പിന്നെ ജനങ്ങളോട് ആവശ്യപ്പെടാത്ത രീതിയിലുള്ള പിന്നെ ഒരു രീതിയാണ് നമ്മളെ കമ്പനിയുടെ. ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു ടെക്നോളജി ബേസ് ആയിട്ട് ഒരു MLM കമ്പനി വരുന്നത്. ലോകത്തിൽ ആദ്യമായിട്ടാണ്. മനസ്സിലായി? ഈ പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ അതുപോലെ ജോയിൻ ചെയ്യുന്ന കാലത്ത് ഇവിടെ ഒരു ഓഫീസ് പോലും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനില്ല, ഒരു ലീഡർ പോലും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനില്ലാത്ത കാലഘട്ടത്തിൽ ഞങ്ങൾ കഠിനമായിട്ട് വേർപ്പൊലിച്ചിട്ടാണ് ഇന്ന് ഈ ബിസിനസ് ഈ രീതിയിൽ ഇവിടെ എത്തിച്ചത്. മനസ്സിലായി? ഇതുപോലെ തന്നെ ഒരു ചെറിയ ഞങ്ങൾ എടുത്തതിന്റെ അത്ര പോലും നിങ്ങൾക്ക് എന്താക്കണ്ട ശരിക്ക് പിന്നെ പ്രാക്ടിക്കലിന്റെ ആവശ്യം വരുന്നില്ല. കാരണം ഇന്ന് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും പിന്നെ അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ക്ലിയർ ചെയ്ത് തീർക്കാൻ അതിൽ പ്രഗത്ഭരായിട്ടുള്ള ലീഡേഴ്സ് ഇവിടെ നമ്മൾ അവൈലബിൾ ആണ്, കിട്ടാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. ഇവിടെ ഓഫീസുണ്ട്, ദുബായിൽ ഓഫീസുണ്ട്, റാസൽ ഖൈമയിൽ ഓഫീസുണ്ട്. നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും പല ജില്ലകളിലും നമുക്ക് ഓഫീസുകളുണ്ട്. മനസ്സിലായോ? അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ കമ്പനിയിലേക്ക് കടന്നു വരാം. നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് ഈ കൈവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് പിന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളെ കൊണ്ടുവന്ന ആളുകളെ സഹകരിച്ചിട്ട് ഫോം ഫിൽ ചെയ്തിട്ട് നല്ലൊരു എമൗണ്ടിന് ജോയിൻ ചെയ്യുക. കാരണം നമ്മൾ എന്നും അധ്വാനിക്കാൻ പ്രാപ്തരല്ല. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ തളർന്നു വീഴും. ഈ ഒരു അവസരത്തിൽ നമ്മളെ മുതൽ മുടക്കിയ ആ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു സംഭവമാണ് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനും അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കും ഉപകാരപ്പെടുക എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിജയം കൈവരിക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇത്ര ഇപ്പൊ ഇത് മനസ്സിലായില്ലേ? പിന്നെ ഒരു ജോയിനിങ്ങിന്റെ ചെറിയൊരു പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഒരു 1000-നാണ് ഒരു ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിസിനസ് സെന്റർ കിട്ടി. മനസ്സിലായി? നിങ്ങളോട് 2 ആളെ നിങ്ങൾ വേറെ സുഹൃത്തിനെ ഇവിടെ ജോയിൻ ചെയ്തു, വേറെ ഒരു സുഹൃത്തിനെ ഇവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ ഈ സുഹൃത്തിനെ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ 54 ദിർഹംസ് നിങ്ങൾക്ക് നിങ്ങളെ റഫറൽ കമ്മീഷനായിട്ട് കിട്ടുന്നുണ്ട് ഒരാളെ കൊണ്ടുവരുമ്പോൾ. മനസ്സിലായോ? ഈ സ്ഥലത്ത് കൊണ്ടുവരുമ്പോൾ അതുപോലെ തന്നെ ഒരു 54 ദിർഹംസ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊരു ജോഡിയായി. ഇത് ജോഡിയായി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ഒരു 83 ദിർഹംസ് വീണ്ടും കിട്ടും. അപ്പൊ ചുരുങ്ങിയത് ഒരു 2 ബിസിനസ്സിൽ കൂടെ 193 ദിർഹംസ് നമ്മളെ കയ്യിലേക്ക് വന്നതാണ് ചുരുങ്ങിയ സമയം. മനസ്സിലായി? അത് പിന്നെ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടാക്കാവുന്ന ഒരു സംഭവമാണ്. മനസ്സിലായി? എന്നപോലെ തന്നെ ഈ കൊടുന്ന ഈ 2 വ്യക്തി ഇതേ പണി തന്നെ ചെയ്യുന്നുണ്ടോ? മനസ്സിലായി? ഈ വ്യക്തിയും അതേ ചുമതല തന്നെ ചെയ്യുന്നുണ്ടോ? മനസ്സിലായി? ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ 190. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ പിന്നെ പെയർ കമ്മീഷൻ നിങ്ങൾക്ക് വീണ്ടും ഒരു 166 ദിർഹംസ് വീണ്ടും കിട്ടി. മുകളിലെ മനസ്സിലായി? അപ്പൊ ഈ ബിസിനസ് ഇവിടെയും വരുന്നതിനനുസരിച്ച് ഒരുപാട് 166 ഇയാൾക്ക് വന്നുകൊണ്ടിരിക്കും. എന്നതുപോലെ ഇയാൾക്ക് വന്നുകൊണ്ടിരിക്കും, ഇയാൾക്ക് വന്നുകൊണ്ടിരിക്കും. ഒരാൾക്കും കമ്മീഷൻ. ഇത് ഗ്യാരണ്ടീഡ് മണിയാണ്. മനസ്സിലായി? ഇത് എല്ലാ ആഴ്ചയിലും നമുക്ക് ഇവിടെ വന്നിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് നമുക്ക് പിന്നെ വാങ്ങിക്കാം. ഇവിടെ ഒരുപാട് ആൾക്കാരുടെ ഫീഡ്ബാക്ക് പറഞ്ഞ കാരണം കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ പൈസ എപ്പോഴും ബുദ്ധിമുട്ടായിരുന്നു. കടം മേടിക്കാൻ ഇപ്പൊ ആ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ നമ്മളെ കടം ഇവിടെ വന്നിട്ട് ഇവിടെ എന്താ നമ്മളെ നെറ്റ് ക്യാഷ് ഇവിടെ വന്നിട്ട് മേടിച്ചു പോയിട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. മനസ്സിലായി? അപ്പൊ ഈ ബിസിനസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന പിന്നെ ഒരു ബിസിനസ്സാണ്. അപ്പൊ നിങ്ങൾ 2 ആൾക്കാർ ഇതുപോലത്തെ ഏതെങ്കിലും കമ്പനിയിൽ മുമ്പ് ജോയിൻ ചെയ്തിട്ടുണ്ടോ?
ഞാൻ ഇവിടെ പോയിട്ടുണ്ട്. DXN നല്ല കമ്പനിയാണ്. ആ നല്ല കമ്പനിയാണ്, നല്ല പ്രൊഡക്റ്റാണ്, നല്ല പ്രൊഡക്റ്റാണ്. ഒരു കുറ്റം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവിടെയുള്ള പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അതില് പിന്നെ ആക്റ്റീവ് എന്ന് മനസ്സിലായില്ല. ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധ്വാനിച്ചെങ്കിൽ മാത്രമേ എന്താവുള്ളൂ അവിടെ നമുക്ക് പൈസ തിരിച്ചു കിട്ടുള്ളൂ. ഇവിടെ അധ്വാനിച്ചാൽ ഇല്ലെങ്കിലും നമുക്ക് പൈസ നഷ്ടപ്പെടുന്നില്ല. അപ്പൊ അതിന് ആണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. കണ്ടീഷൻ. അപ്പൊ ഇതിന് കണ്ടീഷൻ ഇല്ല, അതിന് കണ്ടീഷൻ ഉണ്ട്. മനസ്സിലായി? ജോയിൻ ചെയ്ത് ഒരു പാക്കേജിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് വെറുതെ ഇരുന്നുകൊണ്ട് പൈസ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ കമ്പനി നിങ്ങളെ പൈസ എന്തായാലും നഷ്ടപ്പെടുത്താൻ നമ്മുടെ കമ്പനി ആഗ്രഹിക്കുന്നില്ല. അത് നിങ്ങൾക്ക് തന്നെ സന്തോഷത്തോട് കൂടിയിട്ട് കമ്പനി തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നത്. അത് ഒറ്റയടിക്കില്ലാതെ മാത്രം ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ കമ്പനിക്ക് തിരിച്ചെടുത്തിരിക്കും. അത് വ്യത്യാസം മാത്രം. അപ്പൊ നമുക്ക് ഒരിക്കലും പൈസ നഷ്ടപ്പെടില്ല. 1000 ദിർഹംസ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, 1.5 വർഷം കൊണ്ട് 1000 ദിർഹംസ് മാത്രമല്ല, ഏത് എമൗണ്ട് ആണെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിലും ആ എമൗണ്ട്. മനസ്സിലായോ? ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയണെങ്കിൽ കഴിഞ്ഞ 2009 ഓഗസ്റ്റിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. മനസ്സിലായോ? ആദ്യം ഞാൻ ജോയിൻ ചെയ്തത് 15,000 ദിർഹംസ് കൊടുത്തിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. മനസ്സിലായോ? അന്ന് 10 ടൈംസ് ആണ്. 10 ടൈംസിന് 1,20,000 ദിർഹംസ് ആണ് ആ എമൗണ്ട് നമുക്ക് കിട്ടിയത്. മനസ്സിലായോ? അവിടുന്ന് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒരു 60,000 ദിർഹംസ് ഞാൻ ജോയിൻ ചെയ്തു.